നവകേരള സദസ്സിന്റെ സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാൻ ശുപാർശ. ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ADGPയുടേതാണ് നിർദ്ദേശം. ഇതിന്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കമലേഷ് തെക്കേക്കാട് ചേരുകയാണ്. കമലേഷ്, ഈ ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ നിർദ്ദേശമാണ് എത്തുന്നത്. അതായത് നവകേരള സദസ്സിൽ കൃത്യമായി സുരക്ഷ ഉടനീളം ഒരുക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്കാണോ ഈ ഗുഡ് എൻട്രി, അതോ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവർക്കാണോ? അജിംഷാദ്, ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറാണ് ഇത്തരമൊരു ഉത്തരവ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി പുറത്ത് ഇറക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇതിൽ പറയുന്നത് അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചുമതലയിലുള്ള, അതായത് ഈ ക്രമസമാധാന ചുമതല, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ക്രമസമാധാന ചുമതല നിർവഹിച്ച മുഴുവൻ ഉദ്യോഗസ്ഥരെയും അഭിനന്ദിക്കുന്നതായാണ് അദ്ദേഹം ഈ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. അത് CPO മുതൽ IG റാങ്ക് വരെയുള്ള, അതായത് സിവിൽ പോലീസ് ഓഫീസർ മുതൽ ഇൻസ്പെക്ടർ ജനറൽ റാങ്ക് വരെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയാണ് അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹം ഇത്തരമൊരു ഉത്തരവ് വന്നിട്ടുള്ളത്. ഈ ഉത്തരവിലാണ് പറയുന്നത്, ഇതിൽ സുരക്ഷാ ചുമതല നിർവഹിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകേണ്ടതുണ്ട് എന്നുള്ളത്. അത്തരത്തിൽ ഗുഡ് സർവീസ് എൻട്രി നൽകേണ്ടുന്ന ആളുകളെ തെരഞ്ഞെടുക്കാനും നിർദ്ദേശിക്കാനുമാണ് വിവിധ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് ADGP നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇവർക്ക് പാരിതോഷികം നൽകേണ്ട ആളുകളുണ്ടെങ്കിൽ അവരെ നിർദ്ദേശിക്കാനും ഇതിൽ പ്രത്യേകമായി ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത്, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വലിയ ഒരു വെല്ലുവിളിയാണ് പോലീസ് സേനയ്ക്ക് ഉണ്ടായിരുന്നത്. വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം തന്നെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിലും കൃത്യമായി സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസ് സേന വിജയിച്ചു എന്നൊരു വിലയിരുത്തലാണ് പോലീസ് സേനയ്ക്ക് മൊത്തത്തിൽ ഉള്ളത്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ സുരക്ഷാ ചുമതല കൃത്യമായി നിർവഹിച്ച ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകേണ്ടതുണ്ടെങ്കിൽ അവരെ ശുപാർശ ചെയ്യണം എന്ന ഒരു ഉത്തരവ് നൽകിയിട്ടുള്ളത്. പ്രത്യേകമായി പാരിതോഷികം നൽകേണ്ട ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരെ, അതായത് ഈ ADGP, ക്രമസമാധാന ചുമതലയുള്ള ADGP, അതുപോലെ തന്നെ DIG തുടങ്ങിയ ആളുകളിൽ നിന്ന് ഇത്തരത്തിൽ പാരിതോഷികം ലഭിക്കേണ്ട ആളുകളുണ്ടെങ്കിൽ അവരുടെ പേര് സജസ്റ്റ് ചെയ്യണം, അതായത് നിർദ്ദേശിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. അതേസമയം ഇത് വലിയ ഒരു വിഷയമായി ഉയർന്നു വരാനുള്ള സാധ്യതയുമുണ്ട് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. എന്തുകൊണ്ടെന്നാൽ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വലിയ ഒരു പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ പ്രതിഷേധക്കാരെയാകെ തല്ലിച്ചതയ്ക്കുന്ന നിലയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായി എന്ന ആക്ഷേപം പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കോൺഗ്രസ് പ്രവർത്തകരെയും KSU പ്രവർത്തകരെയും അടക്കം, യുവമോർച്ച പ്രവർത്തകരെയും അടക്കം വലിയ തോതിൽ മർദ്ദിക്കുന്ന ഒരു വിഷയം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. DYFI പ്രവർത്തകർ അടക്കം ഇവരെ മർദ്ദിക്കുന്നതിൽ, അല്ലെങ്കിൽ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ചുമതലയിലുണ്ടായിരുന്ന യുവാക്കളടക്കം ഇവരെ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. ഇവർക്കെതിരെ യാതൊരു നടപടിയും പോലീസ് സ്വീകരിച്ചില്ല. ആ നിലയിൽ വലിയ ആക്ഷേപങ്ങൾ പോലീസിനെതിരെ ഉയർന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട്. ഇതിന് പിന്നാലെ നവകേരള സദസ്സിന് സംസ്ഥാനത്ത് ഉടനീളം സുരക്ഷ ഒരുക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുന്നു എന്നതിൻ്റെ അർത്ഥം മറ്റു ചില രാഷ്ട്രീയ മാനങ്ങൾ കൂടിയുണ്ട്. അതൊരു ജോലിക്ക് കിട്ടുന്ന അംഗീകാരം എന്നതിനപ്പുറത്തേക്ക് പല രാഷ്ട്രീയ മാനങ്ങൾ കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണോ കമലേഷ് സൂചിപ്പിക്കുന്നത്? തീർച്ചയായും ഇതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഉയർന്നു വരും എന്നുള്ളതാണ്. ഏതായാലും ഇതിൻ്റെ തുടർ പ്രതികരണങ്ങൾ സ്വാഭാവികമായും ഉയർന്നു വരും. എന്തുകൊണ്ടെന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയമായി, അല്ലെങ്കിൽ കൃത്യമായ ഒരു ഇടപെടലല്ല പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ പ്രതിപക്ഷ കക്ഷികൾ ആകെ ഉയർത്തുന്ന സാഹചര്യമുണ്ടായി. എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഭാഗമായി, അതായത് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാനടക്കം, സുരക്ഷാ ചുമതലയിലുള്ള ഉദ്യോഗസ്ഥരടക്കം ഈ സുരക്ഷാ വാഹനത്തിൽ നിന്ന് ഇറങ്ങി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഇതിനെതിരെ കോടതി ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെ അടക്കം കേസെടുക്കണമെന്ന ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്ത് നിന്ന് അടക്കം വന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ഉദ്യോഗസ്ഥർക്ക് അടക്കം ഈ ഗുഡ് സർവീസ് എൻട്രി ലഭിക്കുമോ എന്നുള്ളതാണ് ഇതിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അത് തന്നെയാണ് വലിയൊരു രാഷ്ട്രീയ വിഷയമായി ഉയരാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. ഏതായാലും ADGP, ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ക്രമസമാധാന ചുമതല, അതേസമയം മറ്റൊരു വിഷയം കൂടി കാണേണ്ടതുണ്ട്. വലിയ
പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടന്ന ഘട്ടത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ നവകേരള സദസ്സ് മുന്നോട്ട് പോകുന്നതിൽ അല്ലെങ്കിൽ മന്ത്രിമാർക്കടക്കം സഞ്ചരിക്കുന്നതിന് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസ് വിജയിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത് സംബന്ധിച്ച ആക്ഷേപങ്ങൾ പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തുന്നുണ്ട് എങ്കിൽ പോലും ഈ പരിപാടിയെ ബാധിക്കാത്ത നിലയിൽ ഈ സുരക്ഷ ഒരുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു യാത്ര തന്നെയാണ്. ഇതിനു മുൻപ് പലതരത്തിലുള്ള സർക്കാർ പരിപാടികൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അതിനെതിരെ ഒന്നും കാണാത്ത നിലയിലുള്ള വലിയ പ്രതിഷേധമാണ് നവകേരള സദസ്സിന് നേരെ ഉണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ ഷൂ എറിയുന്നതടക്കമുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി. പക്ഷേ അതായത് വാഹനത്തിന് നേരെ എടുത്തു ചാടുന്ന അല്ലെങ്കിൽ വാഹനത്തിന് മുന്നിൽ എടുത്തു ചാടിക്കൊണ്ടുള്ള പ്രതിഷേധങ്ങളടക്കം പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിലുണ്ടായി. പക്ഷേ അതിലൊന്നും ഒരു പ്രശ്നവും വരാതെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഞ്ചരിക്കാനാവുന്ന നിലയിൽ അല്ലെങ്കിൽ ഈ പരിപാടി കൃത്യമായി നടത്തുന്ന നിലയിലേക്കുള്ള ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. ഇതുവരെ കാണാത്ത നിലയിലുള്ള വലിയൊരു പോലീസ് വിന്യാസം തന്നെയാണ് ഓരോ പരിപാടിയിലും, അതായത് ഓരോ ജില്ലയിലെയും ഓരോ മണ്ഡലത്തിലെയും പരിപാടിയിൽ പോലീസിനെ വിന്യസിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ളത്. പോലീസ് കൃത്യമായി ആ ജോലി ചെയ്തിട്ടുമുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ചില അരുതാത്ത കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന ആക്ഷേപവുമുണ്ട്. കോടതിയടക്കം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ഷമിക്കണം, മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെ അടക്കം കേസെടുക്കണം എന്ന കാര്യത്തിൽ ഒരു ശുപാർശ കോടതിയുടെ അടക്കം ഭാഗത്ത് നിന്ന് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ അത്തരത്തിലൊരു പരാതി വന്നപ്പോൾ സ്വാഭാവികമായി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു നടപടിക്രമമാണ്. അത്തരത്തിലൊരു പരാതി KSU പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് അർജിയായി എത്തിയപ്പോൾ കോടതി ഇടപെടുകയും പറയുകയാണ് ചെയ്തത്. എന്തായിരുന്നാലും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കൊടുവിൽ ഇതാ നവകേരള സദസ്സിന് സുരക്ഷ ഒരുക്കിയ പോലീസുകാർക്ക്, അത് CPO മുതൽ IG വരെയുള്ള പോലീസുകാർക്കും ഒക്കെ ഗുഡ് സർവീസ് എൻട്രി നൽകാനുള്ള തീരുമാനമായിരിക്കുന്നു. അതിന് ADGP MR അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു ശുപാർശയ്ക്ക് നിർദ്ദേശവും നൽകിയത്. ഇതിൻ്റെ സമഗ്ര വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി കമലേഷ് തെക്കേക്കാട് നൽകിയത്.